2 ദിവസമായിട്ട് ഉപ്പിലിട്ട് വെച്ചിട്ടുള്ള അരിനെല്ലിക്കയാണ്. വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല, ഉപ്പ് മാത്രമേ ഉള്ളൂ. പിന്നെ വെള്ളം അതിലുണ്ടായി വരുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് അച്ചാർ ഉണ്ടാക്കാം. ഒരു ചീഞ്ചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ചൂടാക്കുക. നല്ലെണ്ണ ചെറിയ ചൂടാവുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യുക. വല്ലാതെ ചൂടാവരുത് കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ചൂട് കൂടുമ്പോൾ നമ്മൾ മുളക് പൊടിയൊക്കെ ഇടുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ ചെറിയ ചൂടാകുമ്പോൾ തന്നെ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് അതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയും ഉലുവപ്പൊടിയും കായത്തിൻ്റെ പൊടിയൊക്കെ ഇട്ടിട്ട് വിനീഗറും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. അതിനുശേഷം സ്റ്റൗ ഓൺ ചെയ്യുക. പിന്നെ അതിലേക്ക് അരിനെല്ലിക്കയും കൂടി ചേർത്തിട്ട് മുളക് പൊടി ഉപ്പൊക്കെ ആവശ്യത്തിന് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് ഇളക്കി കുറച്ച് പൊടിച്ച് ശർക്കരയും കൂടി ചേർത്ത് എല്ലാം നല്ലോണം യോജിപ്പിച്ച് എണ്ണ തെളിഞ്ഞ് വരുന്നത് വരെ തിളപ്പിച്ച് വറ്റിച്ചെടുത്താൽ അരിനെല്ലിക്ക അച്ചാർ റെഡിയായി. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കണ ഈ അരിനെല്ലിക്കയുടെ അച്ചാറിനുണ്ടല്ലോ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ, നല്ലൊരു ടേസ്റ്റാണ്. അതിപ്പോൾ എന്താ പറയുക, അത്രയും സ്വാദാണ്. ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് കാലി ആവണത് അറിയില്ല. ഉണ്ടാക്കി കഴിഞ്ഞാൽ അടുത്ത ദിവസമാണ് കേട്ടോ ഇതിന് കൂടുതൽ സ്വാദ്. ഇരിക്കും തോറും സ്വാദ് കൂടുകയും ചെയ്യും. അപ്പോൾ വിനീഗറൊക്കെ ഉള്ളത് കാരണം കൊണ്ട് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല, കേടൊന്നും വരില്ല. അപ്പോൾ ഇത് തണുത്ത് കഴിഞ്ഞിട്ട് ഇത് കുപ്പിയിലാക്കി വെക്കുക. ചോറും തൈരും ഈ അരിനെല്ലിക്ക അച്ചാറും കൂടി ഉണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട ഊണ് കഴിക്കാൻ. അപ്പോൾ എല്ലാവരും അരിനെല്ലിക്ക ഇതുപോലെ ഒന്ന് അച്ചാറുണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാം.